मुस्तफा जाने रहमत पे लाखो सलाम शम्ए बज़ में हिदायत पे लाखो सलाम। बिस्मिल्लाहिर्रहमानिर्रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अस्सलातु वस्सलामु अला सय्यिदिना मुहम्मदिन व आलिहि व सहबिहि अജ്മഈൻ। കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആർത്തവം എന്താണ് എന്നും ആർത്തവം എപ്പോഴാണ് ആരംഭിക്കുക എന്നും അതിന്റെ വയസ്സ് എത്രയാണ് എന്നും എത്ര ദിവസം ആണ് അത് ഉണ്ടാവുക എന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഇനി ആർത്തവകാരിക്ക് അവളുടെ വിധിവിലക്കുകൾ എന്തൊക്കെയാണ്, ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾക്ക് എന്തെല്ലാം അനുവദനീയമാണ്, എന്തെല്ലാം അനുവദനീയമല്ല തുടങ്ങിയ കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്ന് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ ആയത്ത് ഇറങ്ങാൻ തന്നെ എന്ന് പറയുന്ന ഈ ആയത്ത് അവതരിക്കാൻ തന്നെ നിമിത്തമായത് അക്കാലത്ത് ആർത്തവ കാലത്തുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരോടുള്ള സമീപനം, ആർത്തവ സമയത്തുള്ള സ്ത്രീകളോടുള്ള സമീപന സംബന്ധമായിട്ട് കുറെ തെറ്റിദ്ധാരണകളും അതുപോലെ തെറ്റായ നടപടികളും നിലനിന്നിരുന്ന ഒരു കാലമാണ് ആ കാലം. ആ കാലഘട്ടത്തിലാണ് ആ തെറ്റിദ്ധാരണകളെല്ലാം നീക്കാൻ വേണ്ടിയാണ് ഈ ആയത്ത് അന്ന് അവതരിച്ചത്. സ്ത്രീകളെ ആർത്തവ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നവർ, അടുക്കളയിൽ പ്രവേശിപ്പിക്കാതിരുന്നവർ, അവരോട് അവർ പാചകം ചെയ്ത ഭക്ഷണം കഴിക്കാതിരുന്നവർ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഹൈദ് നിഫാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ശറയിൽ ഇസ്ലാമിൽ അവിടെ എന്താണ് വിലക്കുള്ളത്? അശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് ചെറിയ അശുദ്ധി ഉണ്ടായാൽ വിലക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാം, ചെറിയ അശുദ്ധി ഉണ്ടായാൽ വിലക്കപ്പെട്ട പാടില്ലാത്ത ചില കാര്യങ്ങൾ, പെർമിഷൻ ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. വലിയ അശുദ്ധി ഉണ്ടായാൽ, അതായത് ജനാബത്ത് ഉണ്ടായാലും വിലക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതേപോലെ ഹൈദ് നിഫാസ് ഉണ്ടാകുമ്പോൾ വിലക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ അത് ശറഇന്റെ ഇസ്ലാമിലെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഒരു വിധിയാണ്. കാരണം ആരാധനാമുറകൾ, നിസ്കാരമാകട്ടെ, സുജൂദ്, തവാഫ്, അതുപോലെ ഖുർആൻ പാരായണം, അതൊക്കെ ഏറ്റവും പവിത്രമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അത് അശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല. അത്രമാത്രമാണ് അതിനേക്കുള്ളത്. ഇൻഷാ അല്ലാഹ് ഏതൊക്കെ കാര്യങ്ങളാണ് മെൻസസുകാരിക്ക്, ആർത്തവകാരിക്ക് പാടില്ലാത്ത കാര്യങ്ങളെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒന്നുകൂടി ലളിതമായി ചില കാര്യങ്ങൾ അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് അതായിരിക്കും. ആദ്യമായി ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ, ചെറിയ അശുദ്ധി ഉണ്ടായാൽ ഹറാമാകുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. ചെറിയ അശുദ്ധി എന്ന് വെച്ചാൽ വുളൂ മുറിഞ്ഞാൽ എന്നർത്ഥം. ഒരാൾക്ക് വുളൂ ഇല്ല, അത് എപ്പോഴുള്ള അനുഭവമാണ്, എപ്പോഴും ഉണ്ടാകുന്ന സംഗതിയാണ് ചെറിയ അശുദ്ധി. വലിയ അശുദ്ധി അങ്ങനെയല്ല, ജനാബത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് എപ്പോഴും എല്ലാ സമയത്തും നമ്മളെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ലല്ലോ. ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളാണ് നിസ്കരിക്കുക, അതുപോലെ തന്നെ തവാഫ് ചെയ്യുക. തവാഫ് ചെയ്യണമെങ്കിൽ അത് ഉംറയിലും ഹജ്ജിലും ഉള്ള തവാഫാണെങ്കിലും അല്ലെങ്കിലും തവാഫ് വേറെ തന്നെ ചെയ്യാമല്ലോ. ഹജ്ജിൽ, ഉംറയിൽ ഒക്കെ അതിന്റെ കർമ്മങ്ങളായിട്ടുള്ള തവാഫ് ഉണ്ട്. പുറമെ വെറും തവാഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുന്നത് പോലെ, മുത്തലഖായ സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ തവാഫ് ചെയ്യാം. വലിയ ഇബാദത്ത് കൂടിയാണ്. മക്കയിൽ പോയാൽ, കഅബത്തിന്റെ അടുത്ത് പോയാൽ അവിടെ അല്ലാഹു തആലക്ക് വേണ്ടി സുന്നത്തായ തവാഫുകളെ പ്രവർത്തിപ്പിക്കും. ഈ തവാഫും പറ്റൂല ഒന്നുമില്ലെങ്കിൽ.
അതുപോലെ സുജൂദും പറ്റില്ല. സുജൂദ് എന്ന് പറഞ്ഞാൽ സുജൂദും നിഷിദ്ധമായ കാര്യമാണ്. സുജൂദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിസ്കാരത്തിൽ അല്ലാതെ സുജൂദുണ്ടല്ലോ. നിസ്കാരം പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും സുജൂദ് പറ്റും. ഈ സുജൂദ് ഒറ്റക്കായിട്ട് നമ്മൾ തിലാവത്തിന്റെ സുജൂദ് അല്ലെങ്കിൽ ശുക്രിന്റെ സുജൂദ് ഒക്കെ ഉണ്ടല്ലോ. ശുക്രിന്റെ സുജൂദ് നമുക്ക് പെട്ടെന്ന് ഒരു അനുഗ്രഹം കിട്ടി അവിടെ സുജൂദ് ചെയ്യാൻ സുന്നത്തുണ്ട്. ശുക്രിന്റെ ആ ശുക്രിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ അത് പറ്റൂല. അതും ഈ സമയത്ത് പറ്റില്ല. ഉളു ഇല്ലെങ്കിൽ ശുക്രിന്റെ സുജൂദോ തിലാവത്തിന്റെ സുജൂദൊന്നും പറ്റില്ല. അതുപോലെ ജുമഅയുടെ ഖുതുബ പറ്റില്ല. ഖുതുബ പറയണമെങ്കിൽ ഉളു വേണം. അതുപോലെ മുസ്ഹഫ് തൊടലും ചുമക്കലും അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, വിശദീകരിക്കുന്നില്ല. അതാണ് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ അതാണ്. ഇനി വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ? അപ്പൊ ഈ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളെല്ലാം വലിയ ശുദ്ധി കൊണ്ട് ഹറാമാകും. വലിയ ശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളെല്ലാം ഹൈറുകാരിക്കും ഹറാമാകും. വലിയ ശുദ്ധിയാണ് ജനാപത്തുകാരന് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഇതിന് പുറമെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് പുറമെ പിന്നെ 2 കാര്യങ്ങൾ: പള്ളിയിൽ താമസിക്കലും അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യലും ഹറാമാണ്. പള്ളിയിൽ താമസിക്കാൻ പാടില്ല. ഖുർആൻ പാരായണം നേരത്തെ ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമല്ല. മുസ്ഹഫ് തൊടലും ചുമക്കലേ പറ്റാത്തുള്ളൂ. ഖുർആൻ ഓതാൻ പറ്റും. ഒന്നും ഇല്ലാത്തവർക്ക് ഖുർആൻ ഓതാൻ പറ്റും. മുസ്ഹഫ് തൊടാൻ പറ്റില്ല. മുസ്ഹഫ് ചുമക്കാൻ പറ്റില്ല. ഖുർആൻ ഓതാൻ പറ്റും, കാണാതെ ഓതാം. അല്ലെങ്കിൽ നോക്കി ഓതാം, തൊടാതെ ഓതാൻ പറ്റും. മുസ്ഹഫാണ് മുന്നിൽ നിർത്തി വെച്ചിട്ട് നോക്കിയിട്ട് ഓതാം. ഖുർആൻ തൊടലും ചുമക്കലും മാത്രമേ പാടില്ലാത്തുള്ളൂ. ഖുർആൻ ഓതാൻ പറ്റും. പക്ഷേ വലിയ ശുദ്ധി കൊണ്ടാണെങ്കിൽ ഈ ഖുർആൻ പാരായണം പറ്റൂല, പള്ളിയിൽ താമസിക്കലും പറ്റൂല. അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ താമസിക്കാനൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുണ്ടാകുക. അതുപോലെ തന്നെ ഇതിന് പുറമെ, ഇതാണിപ്പോ വലിയ ശുദ്ധി കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങൾ. ഇതിന് പുറമെ ഇപ്പൊ ഇത് 2 കാര്യങ്ങളും ഹറാം പറ്റൂല. അത് ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങളും വലിയ ശുദ്ധി കൊണ്ട് ഹറാമാവുന്ന കാര്യം രണ്ടും പറ്റില്ല. അതിന് പുറമെ ഹൈദുകാരിക്ക് പാടില്ലാത്ത കാര്യങ്ങൾ, ഹൈദ് കൊണ്ടും നിഫാസ് കൊണ്ടും ഈ വലിയ ശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളും പറ്റൂല. പുറമെ 4 കാര്യങ്ങൾ കൂടി നിഷിദ്ധമാകും. ഏതൊക്കെയാണത്? ഒന്ന് നോമ്പ്, മറ്റൊന്ന് ത്വലാഖ്, മറ്റൊന്ന് ലൈംഗിക ബന്ധം നടത്തുക എന്നത്, അതുപോലെ തന്നെ മറ്റൊന്ന് അവളുടെ കാൽമുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗം മറയില്ലാതെ സ്പർശിക്കുകയും അതിലൂടെ ആസ്വാദനം നടത്തുക എന്നത്. ഈ 4 കാര്യങ്ങൾ ഹൈദ് നിഫാസ് ഉണ്ടാകുന്ന സമയത്ത് നിഷിദ്ധമാവുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്നത് നിഷിദ്ധമാവും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ, അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഹൈദ് നിഫാസ് ഉണ്ടാകുമ്പോൾ ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങൾ എന്തായാലും വലിയ ശുദ്ധി കൊണ്ട് ഹറാമാവും. അപ്പൊ വലിയ ശുദ്ധി കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങളും ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങളും എല്ലാം പുറമെ എന്തും ഈ പറയപ്പെട്ട 4 കാര്യങ്ങളും: ത്വലാഖ്, നോമ്പ്, അതുപോലെ ലൈംഗിക ബന്ധം, മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗത്തുള്ള ശരീരത്തിൽ തൊലി സ്പർശിച്ചുകൊണ്ടുള്ള ആസ്വാദനം സ്പർശിക്കൽ തന്നെ, അത് പറ്റില്ല. ഇത് ഹറാമാണ്. അപ്പോ ഖുർആൻ ഓതാൻ പറ്റൂല. ഹൈദുകാരിക്ക് ഖുർആൻ ഓതാൻ പറ്റൂല. അത് വലിയ ശുദ്ധികാരിക്കും പറ്റൂല, വലിയ ശുദ്ധിക്കാരനും പറ്റൂല. വലിയ ശുദ്ധിക്കാരൻ എന്ന് പറഞ്ഞാൽ ജനാപത്തുകാരിയോ ആണെങ്കിൽ അത് പറ്റൂല. അതുപോലെ തന്നെ ഹൈദുകാരിക്കും പറ്റൂല. പക്ഷെ അതേ സമയത്ത് നമ്മള് ഖുർആനിലെ ദിക്റുകൾ ഖുർആനാണെന്ന ഉദ്ദേശമല്ലാതെ ചെല്ലുന്ന കുറെ ദിക്റുകളുണ്ട്. ബിസ്മി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലും. ബിസ്മി ഖുർആനാണല്ലോ. വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് ചൊല്ലും. അത് ഖുർആനാണല്ലോ. അതൊക്കെ ചെല്ലാൻ പറ്റുമോ? അതൊക്കെ പറ്റും. അത് മാത്രമല്ല, ഖുർആനിലുള്ള മറ്റു ആയത്തുകളൊക്കെ ദിക്റുകൾ എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ പതിവാക്കുന്നതും ചെല്ലുന്നതുമായ കാര്യങ്ങൾ പറ്റും. അത് ചെല്ലാൻ പറ്റും. കാരണം അത് ഖുർആൻ എന്ന ഉദ്ദേശത്തിലല്ല, ഖുർആൻ ഓതുക എന്ന ഉദ്ദേശത്തിലാണ്. അപ്പൊ ഞാനിപ്പോ ഖുർആൻ ഓതാനിരിക്കുക,
നമ്മൾ ഖുർആനിലെ വിശുദ്ധ നമ്മുടെ ഉദ്ദേശമാണ് വിഷയം. ഖുർആൻ പാരായണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ അതൊന്നും ചെയ്യുന്നത്. അത് നമ്മുടെ ഓരോ ദിക്റുകൾ, പതിവാക്കിയ ദിക്റുകൾ, വിർദുകൾ ഒക്കെ ചെല്ലുകയാണ്. അല്ലെങ്കിൽ പ്രത്യേകം സമയത്ത് നിർദ്ദേശിക്കപ്പെട്ട ദിക്റുകളാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തുടക്കത്തിൽ, ഇല്ലാതെ കാലത്തിന്റെ തുടക്കത്തിൽ ബിസ്മി നിർദ്ദേശിക്കപ്പെട്ടു. ആ ബിസ്മി ഖുർആൻ ഓതുന്നു എന്ന ഉദ്ദേശത്തിൽ ഓതുകയല്ല അവിടെ. അത് ഖുർആനിന്റെ ആയത്താണ്. അങ്ങനെ ഖുർആനിലെ ഒരുപാട് ആയത്തിന്റെ ഭാഗങ്ങളും കഷ്ണങ്ങളും ഒക്കെ നമ്മുടെ ദിക്റുകളിലൊക്കെ നമ്മൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം നമ്മൾ ദ്വാരക്കും. അത് ഖുർആനിന്റെ ആയത്താണ്. സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അത് ഖുർആനിന്റെ ഭാഗമാണല്ലോ ഒരു ആയത്ത്. ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ. ഇത് നിഷിദ്ധമല്ല, തെറ്റല്ല, അനുവദനീയമാണ്. അപ്പൊ അതുകൊണ്ട് മെൻസസുകാരി, ആർത്തവകാരി അവൾക്ക് ഒന്നും പറ്റൂല എന്ന് വിചാരിച്ചിട്ട് എന്ന് കരുതിയിട്ട് അവള് എല്ലാ ഹൈറിൽ നിന്നും വിട്ടു നിൽക്കരുത്. അവൾ ഖുർആൻ ഒത്ത് നിസ്കാരം, നോമ്പ് തുടങ്ങിയതിൽ നിന്ന് അവൾക്ക് പറ്റില്ലെങ്കിലും അവൾക്ക് മറ്റു ദിക്റുകള്, മറ്റു കാര്യങ്ങൾ കൊണ്ടൊക്കെ ശുഗലാകാൻ, ജോലിയാകാൻ, വ്യാപൃതയാകാൻ പറ്റും. അപ്പൊ ഒരു സംശയം, ഹദ്ദാദ് ചെല്ലാൻ പറ്റുമോ? സംശയം ഉണ്ടാവും. മെൻസസുള്ള സമയത്ത് ഹദ്ദാദ് ചെല്ലാൻ പറ്റുമോ? പല ആൾക്കാരും ചോദിക്കാറുള്ള ഒരു വിഷയം. മെൻസസ് സമയത്ത് ഹദ്ദാദ് ചെല്ലാൻ പറ്റുമോ? ഹദ്ദാദ് ചെല്ലാം. ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കല്ല, ഹദ്ദാദ് ചെല്ലാം. അപ്പൊ ഹദ്ദാദിൽ ആയത്തിനെ കുറിച്ചും മറ്റുമൊക്കെ ഖുർആനിലെ കുറെ ഭാഗങ്ങളുണ്ടല്ലോ. അത് കുഴപ്പമില്ല. അത് ഖുർആൻ ഓതുക എന്ന അടിസ്ഥാനത്തിലല്ല, അത് പതിവായി നമ്മൾ ചെല്ലുന്നത് ഋതുകളെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ചെല്ലാം. രാവിലെ അൽബുർദുൽ ലത്തീഫ്, രാവിലെ വൈകുന്നേരം അൽബുർദുൽ ലത്തീഫ് പതിവാക്കുന്നവരുണ്ടാവും. അതിലൊക്കെ ഉണ്ട് അൻസൽന ഉണ്ട്. അതുപോലെ തന്നെ വേറെ റസൂലും തുടങ്ങിയിരിക്കുന്ന ആയത്തുകളൊക്കെ അതിലുണ്ട്. ഖുർആനിലെ തന്നെ ആയത്തുകൾ അതിലുണ്ട്. സൂറത്തുൽ ഹശറിലെ ആയത്തുകൾ, വേറെ ഒക്കെ ആയത്തുകൾ അതിലുണ്ട്. ഈ ആയത്തുകളൊക്കെ നമ്മൾ വെറുതെ ലത്തീഫിൽ പാരായണം ചെയ്യും. അത് പറ്റും. വെറുതെ ലത്തീഫ് ചെല്ലുന്നത് നമ്മൾ ഖുർആൻ ഓതാൻ ഉദ്ദേശത്തിലല്ലല്ലോ. ഇത് പറ്റുമെന്ന് ഞാൻ എന്റെ വക പറഞ്ഞല്ല, പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല. ഹദ്ദാദ് എല്ലാം പറ്റുമെന്ന്. ഹദ്ദാദിൽ നമ്മൾ ആയത്തുൽ കുർസിയും വലിയ വെറും ബിസ്മി മാത്രമല്ലല്ലോ, ആയത്തുൽ കുർസിയും ഫാത്തിഹയും ഇഖ്ലാസും ഒക്കെ ഓതുന്നില്ലേ. അപ്പൊ അത് പറ്റുമെന്ന് ഒന്ന് ഉറപ്പുവരുത്താൻ ഞാൻ മഹാനായ ശൈഖുനാ, ഞങ്ങളുടെ ഗുരുനാഥനായ അഭിമന്യരായ സമസ്തയുടെ പ്രസിഡന്റ് ഈശ്വര ഉലമാ സുലൈമാൻ ഉസ്താദിനോട് ഞാൻ നേരിട്ട് ഒരു ദിവസം പോയപ്പോ ചോദിച്ചു. ഉസ്താദ് പറഞ്ഞ ഹദ്ദാദ് ചെല്ലാം, ഒന്നും കുഴപ്പമില്ല. അതൊക്കെ വെറുതെ കൂട്ടത്തിൽപ്പെടും. എത്ര ചെല്ലുന്നുണ്ട്, എത്ര വലിപ്പമുള്ള സുഹൃത്തുണ്ട് എന്നതിലല്ല, അത് നമ്മുടെ ദാനം വന്ന് വെറുതെകളെ കൂട്ടത്തിൽപ്പെടുന്നതുകൊണ്ട് പറ്റും. അപ്പൊ നമ്മുടെ ഉദ്ദേശമാണ്. അപ്പൊ നമ്മൾ ഖുർആൻ ഓതുകയാണെന്ന് മുഷാഫ് പിടിച്ചിരുന്ന് ഓതുമ്പോ, മുഷാഫ് പിടിച്ച ഒരാൾ ഓതുമ്പോ അതെന്തായാലും ഖുർആൻ പാരായണമായിട്ടാണ് പെടുക. അങ്ങനെയല്ല ഇപ്പൊ ഇതൊന്നും. ഖുർആൻ പാരായണം എന്നുള്ള ഉദ്ദേശം, അപ്പൊ നമ്മുടെ ഉദ്ദേശത്തിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ടാണല്ലോ വുദൂഇല്ലെങ്കിൽ ചെറിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ ഹറാമാവുന്ന കാര്യങ്ങൾ പറഞ്ഞെടുത്ത് ഖുർആൻ എഴുതിയ പലക, അല്ലെങ്കിൽ ഖുർആൻ എഴുതിയ ബോർഡ്, ഖുർആൻ എഴുതിയ കടലാസ്, ശീല തുടങ്ങിയത് തൊടാനോ ചുമക്കാനോ പറ്റുമോ? പറ്റും. എപ്പോൾ? ബർക്കത്തിന് വേണ്ടി എഴുതിയതാണെങ്കിൽ പറ്റും. പഠിക്കാൻ വേണ്ടി എഴുതിയതാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ തൊടാൻ പറ്റൂല, ചുമക്കാൻ പറ്റൂല എന്നുള്ള നിയമം. അപ്പൊ അതങ്ങനെ ഖുർആൻ തന്നെ ഫാത്തിഹ എഴുതി, അല്ലെങ്കിൽ ആയത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് എഴുതിയതാണ് കടലാസ്, പഠിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ബോർഡിൽ, അല്ലെങ്കിൽ ശീലമേ പഠനം ഉദ്ദേശിച്ചിട്ട്, ഖുർആൻ പഠിക്കാൻ ഉദ്ദേശിച്ച് എഴുതിയതാണ്. അങ്ങനെയാണെങ്കിൽ വുദൂഇല്ലെങ്കിൽ തൊടലും ചുമക്കലും ഹറാമാണ്. അത് ഖുർആന്റെ ഹുക്കുമില, വിധിയില്ല. കാരണം പഠിക്കാൻ വേണ്ടി. ബർക്കത്തിന് വേണ്ടി എഴുതിയതാണെങ്കിലോ തൊടാൻ കുഴപ്പമില്ല, വുദൂഇല്ലെങ്കിൽ ചുമക്കാനും കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ചിലപ്പോ ഏലസ് കെട്ടൂലേ, ഏലസ് കെട്ടും, ഖുർആൻ എഴുതിയ ഓർക്ക് കെട്ടുകയൊക്കെ ചെയ്യും. അത് ബാത്റൂം പോകാൻ പറ്റുമോ? അത് ഖുർആന്റെ വിധിയിലല്ല ഇപ്പോ ഉള്ളത്. ഇപ്പൊ ശരീരത്തിൽ ഏലസ് എഴുതിയിട്ട് ചുരുട്ടിയിട്ട് ഏലസ് കൂട്ടിലാക്കിയിട്ട് ഐക്കല്ലാക്കിയിട്ട് കെട്ടും. അപ്പൊ ഇനി വുദൂഇല്ലാതെ തൊടാൻ പറ്റുമോ? അശുദ്ധിയുടെ സമയത്ത് ഒഴിവാക്കണോ? അതില്ല, ഒഴിവാക്കേണ്ടതില്ല. അതിപ്പോ ഖുർആനിന്റെ വിധിയിലല്ല. അതൊക്കെ ബർക്കത്തിന് വേണ്ടിയിട്ടും ഷിഫക്ക് വേണ്ടിയിട്ടൊക്കെ കെട്ടുന്നതാണ്. അത് ഖുർആൻ എന്ന ഉദ്ദേശം. അപ്പൊ ഉദ്ദേശത്തിലാണ് അവിടൊക്കെ വിഷയം കിടക്കുന്നത്. അവിടൊക്കെ കിടക്കുന്ന വിഷയം ഉദ്ദേശമാണ്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഹൈദുകാരി, മെൻസസുകാരി, അശുദ്ധിക്കാരി അവള് ഖുർആൻ ഓതുക എന്ന ഉദ്ദേശത്തിലല്ല ഇതൊന്നും ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ അവൾക്ക് അത് ചെല്ലാവുന്നതാണ്. ഖുർആനിലെ ചില ആയത്തുകളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്ഥിരമായി ചെല്ലുന്ന വെർബുകൾ എന്ന നിലക്ക്, ദിക്റുകൾ എന്ന നിലക്ക് അതൊക്കെ അവർക്ക് ഓതാവുന്നതാണ്. ഖുർആൻ എന്ന ഉദ്ദേശത്തിലൂടെ പറ്റില്ല എന്ന് മാത്രം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെ പറ്റും. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞു നോമ്പ് ഹറാമാണ്. അത് ജനാപത്തുകാരന് ഹറാമില്ല. ജനാപത്തുകാരൻ നോമ്പ് ഹറാമില്ല. ജനാപത്തുകാരൻ എന്ന് പറഞ്ഞാൽ വലിയ ശുദ്ധിക്കാരൻ. റമദാനിൽ രാത്രി ലൈംഗിക ബന്ധം നടത്താം, ശാരീരിക ബന്ധം നടത്താം, അനുവദനീയമാണ്, ഒരു കുഴപ്പമില്ല. രാത്രി ജനാപത്തുകാരനായി അങ്ങനെ സുബഹിക്ക് മുമ്പ് കുളിച്ചിട്ടില്ല. ഉദാഹരണം, സുബഹിക്ക് മുമ്പ് കുളിക്കൽ റമദാനിൽ കുളിക്കൽ സുന്നത്താണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. എങ്കിൽ പോലും കുളിച്ചില്ല. എന്നാ പിന്നെ സുബഹി കൊടുത്തപ്പോൾ ജനാപത്തുകാരനാണ്, ഇന്ന് നോമ്പെടുക്കാൻ പറ്റുമോ? നോമ്പെടുക്കണം. ജനാപത്തുകാരൻ നോമ്പെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേപോലെയല്ല ഹൈദുകാരിക്ക് നോമ്പെടുക്കാൻ പറ്റില്ല, നിഫാസുകാരിക്ക് നോമ്പെടുക്കാൻ പറ്റില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. നോമ്പ് പറ്റില്ല, നിസ്കാരമൊന്നും പറ്റില്ല. എന്ന് മാത്രമല്ല, മെൻസസ് ഉള്ളവൾ നിസ്കാരം, ആ മെൻസസ് സമയത്ത് നിസ്കാരം ഖളാ കിട്ടാൻ പാടില്ല. നമുക്കൊക്കെ അറിയുന്ന വിഷയം. ഖളാ ഹറാമാണ്. ചിലര് നോമ്പ് അങ്ങനെയല്ല. വിശുദ്ധ ഇസ്ലാം സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇളവ് നോക്കൂ നിങ്ങൾ. സ്ത്രീ ആയതിന്റെ പേരിൽ നമ്മൾ കുറെ ആൾക്കാർ സ്ത്രീയായി കുടുങ്ങി എന്ന് ആലോചിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുള്ള നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. സ്ത്രീകൾ അവരുടെ സ്വത്തം നിർത്തുക. നിങ്ങൾക്ക് പുരുഷന്മാരെ പോലെ ആകണം. നിങ്ങളിനി എന്തെന്നെ കാട്ടിലും പുരുഷനാവൂലല്ലോ. പുരുഷന് കൊടുക്കേണ്ട ശാരീരികമായ ഘടനയും മാനസികമായിട്ടുള്ള ചിന്താഗതിയും ഒക്കെയാണ് പുരുഷനന്ന് കൊടുത്തത്. സ്ത്രീക്ക് കൊടുക്കേണ്ട സ്ത്രീക്കന്ന് കൊടുത്തത്. സ്ത്രീയുടെ പോലെ ശാരീരിക ഘടന പുരുഷനില്ല. സ്ത്രീക്ക് മാത്രം കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് സ്ത്രീക്ക് കഴിയുള്ളൂ. പുരുഷന് മാത്രം കഴിയുന്ന കുറെ കാര്യങ്ങൾ പുരുഷനെ കഴിയുള്ളൂ. ഏതാണെങ്കിലും ഈ പുരുഷനെ പോലെ തന്നെ ആകണമെന്ന് വിചാരിച്ചിട്ട് നടക്കണ്ട. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആനുകൂല്യം അല്ലാഹു കൊടുത്തു. അവർക്ക് നമ്മൾ നേരത്തെ തന്നെ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, ആർത്തവം എന്ന വിഷയം ആരംഭിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ആർത്തവം ഒരു മോശപ്പെട്ട സംഗതിയോ അതിന് വൈകല്യമോ അതിന് ആളുകൾക്കിടയിൽ പറയാൻ പറ്റാത്ത സംഗതിയാണെന്ന് വിചാരിക്കേണ്ട. അത് സ്ത്രീകളുടെ ഒരു ന്യൂനതയാണെന്ന് വിചാരിക്കേണ്ട. അത് മറിച്ച് സ്ത്രീയുടെ ഗർഭം സംബന്ധമായി ഗർഭം ധരിക്കാനും ഗർഭിണിയാകാനും അള്ളാഹു ഒരുക്കിയിരിക്കുന്ന ഒരു ഇടം ഗർഭാശയം, ഗർഭപാത്രം. അതുമായി ബന്ധപ്പെട്ട് ഗർഭിണിയാകലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ, അതിനാവശ്യമായ ഓവം, അണ്ഡം, ഭ്രൂണം കിടക്കാൻ ആവശ്യമായ മെത്ത തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോ ഈ മെൻസസിന്റെ ഒക്കെ പിന്നിൽ കിടക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അവർക്ക് എല്ലാ മാസത്തിലും ഇതിങ്ങനെ ഉണ്ടാവുകയാണ്, ഹൈദ് ഉണ്ടാവുകയാണ്. മിക്ക മാസവും ഉണ്ടാവും. ഗർഭിണിയായാലും മുഖം ഉണ്ടാകാറില്ലെങ്കിൽ എല്ലാ സമയത്തൊക്കെ കൊല്ലങ്ങളോളം എല്ലാ മാസവും അവൾക്ക് ഈ മാസത്തില് പീരിയഡാണ്, ഈ മെൻസസ് സമയമാണ്. ഇത്രയും സമയത്ത് 7 ദിവസം ഉണ്ടാവും, ശരാശരി 7 ദിവസം, ചിലപ്പോൾ 8 ദിവസം ഉണ്ടാവും, ചിലപ്പോൾ അതിലേറെ കൂടുന്ന 10 ദിവസം 15 ദിവസമൊക്കെ ഉണ്ടാവുന്നവരുണ്ട്. ഇത്രയും ദിവസത്തെ നിസ്കാരം എന്നും അവർക്ക് ഖളാ വീട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര ഇടങ്ങേറാണ്. എല്ലാ മാസത്തിലും ഒരു 8 ദിവസത്തെ നിസ്കാരം ഖളാ വീട്ടാണ്ടാവും. ഒരു ദിവസം 5 നിസ്കാരം, 5 40 നിസ്കാരം ഖളാ വീട്ടാൻ എല്ലാ മാസവും ഉണ്ടെങ്കിൽ എത്ര ഇടങ്ങേറായി. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞ അവൾക്ക് നിസ്കാരം നിർബന്ധമില്ല എന്ന് മാത്രമല്ല, അവളിന് ഖളാ വീട്ടാനും പാടില്ല. നമ്മളാരും വലിയ ആൾക്കാർക്ക് ഖളാ വീട്ടാൻ പോകാൻ പറ്റില്ല. ഖളാ വീട്ടിൽ കുറ്റം കിട്ടുന്നതാണ്. നിസ്കരിക്കൽ കുറ്റ, ഖളാ വീട്ടൽ അപ്പൊ നിസ്കരിക്കലല്ല, ശുദ്ധിയായതിനു ശേഷം നിസ്കരിക്കൽ കുറ്റം കിട്ടും. നോമ്പ് അങ്ങനല്ല. റമദാനിൽ നോമ്പ് മെൻസസുകാർക്ക് അപ്പൊ പറ്റൂല, പക്ഷെ അത് ഖളാ വീട്ടൽ നിർബന്ധ. കാരണം നോമ്പ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് ഒരു പ്രയാസകരമായ സംഗതിയല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് നോമ്പ് ഖളാ വീട്ടണം.
നിസ്കാരം അള്ളാഹ് കിട്ടാൻ പറ്റില്ല. അവർക്ക് ഇടപാട്. അതുപോലെ തന്നെ ത്വലാഖ് എന്ന് പറഞ്ഞാൽ ത്വലാഖ് ചെല്ലല്, അതുപോലെ നോമ്പെടുക്കൽ, ഈ രണ്ടും രക്തം മുറിഞ്ഞാൽ പിന്നെ കുളിക്കുന്നതിന് മുമ്പ് തന്നെ പറ്റും. രക്തം മുറിഞ്ഞു, ഇപ്പൊ രക്തം സുബഹിക്ക് മുമ്പായിട്ട് മുറിഞ്ഞു. സുബഹിക്ക് മുമ്പ് റമദാനിൽ സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് അത്താഴത്തെ സമയത്ത് എഴുന്നേറ്റ് നോക്കുമ്പോ, അല്ലെങ്കിൽ സുബഹി ആകാൻ നേരത്തെ എഴുന്നേറ്റ് പരിശോധിച്ച് നോക്കുമ്പോ രക്തം നിന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി കിടക്കുമ്പോ ഒരു നീളമൊന്നും ഉണ്ടായിട്ടില്ല, അടയാളങ്ങൾ മനസ്സിലായി രക്തം നിന്നിട്ടുണ്ട്. കുളിക്കാൻ നേരം കിട്ടിയിട്ടില്ല, കുളിക്കുമ്പോഴേക്കും സുബഹി ആകുന്നുണ്ട്, അല്ലെങ്കിൽ കുളിച്ചിട്ടില്ല, എന്നാൽ നോമ്പ് നിർബന്ധമായി. അതാണ് നോമ്പിന്റെ പ്രത്യേകത. ഹൈദുകാരിക്ക് നോമ്പ് നിഷിദ്ധമാണ്, പാടില്ല. പക്ഷേ ഹൈദ് നിന്ന് കഴിഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് നോമ്പ് നിർബന്ധമാണ്. നോമ്പ് എടുക്കാം, നോമ്പ് നോക്കാം, നോമ്പ് എടുക്കണം അവിടെ. അതുപോലെ ത്വലാഖും അങ്ങനെ തന്നെ. ഈ ത്വലാഖ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെൻസസ്സുകാരി ആവുമ്പോ ത്വലാഖെല്ലാം പറ്റൂല. ശാസ്ത്രത്തിൽ നിന്നു കുളിച്ചില്ലെങ്കിലും ത്വലാഖ് അനുവദനീയമായി. മറ്റേ വിഷയങ്ങൾ എന്ന് പറഞ്ഞാല് 2 കാര്യം കൂടി പറഞ്ഞിരുന്നല്ലോ. ലൈംഗിക ബന്ധവും മുട്ടുമുക്കളിന്റെ ഇടയിലുള്ള ഭാഗത്തുള്ള ആസ്വാദനം, മറയില്ലാത്ത ആസ്വാദനം, അത് രക്തം നിന്നാൽ മാത്രം പോരാ, അശുദ്ധി നിലച്ചാൽ മാത്രം പോരാ, കുളിക്കുക കൂടി ചെയ്താലേ അനുവദനീയമാവുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ അശുദ്ധി സമയത്തുള്ള നമ്മുടെ സ്ത്രീക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ, അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ, ഒഴിവാക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി പറയേണ്ട വിഷയം ഇതൊക്കെയാണ്. ഇനി ഒരൊറ്റ കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാണ്. ഈ നമ്മുടെ പാഠപുസ്തകത്തിലെ അവസാന ഭാഗത്ത് പറയുന്ന ഭാഗമാണിത്. അതിന്റെ ഇടയിൽ ഇസ്തിഹാദത്ത് ചർച്ച വരുന്നുണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ ക്ലാസ്സിന്റെ അവസാന സമയത്ത് ഇന്നിപ്പോ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത്, ഈ പുസ്തകത്തിലെ അവസാന ഭാഗം വരുന്നുണ്ട്. ഈ പാഠത്തിലെ അവസാന ഭാഗം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സ്ത്രീക്ക് ഹൈദ് നിലച്ചു കഴിഞ്ഞാൽ, അവസാനിച്ചു കഴിഞ്ഞാൽ, അവസാനിച്ചാല് ആ സമയത്ത് ഏത് സമയത്ത് അവസാനിച്ചാൽ ആ സമയത്ത് നിസ്കാരത്തിന്റെ സമയമായിരിക്കാൻ സാധ്യതയുണ്ടല്ലോ. ഉദാഹരണത്തിന് ഒരു സ്ത്രീക്ക് മഗ്‌രിബിന്റെ അല്പം മുമ്പ് അവസാനിച്ചു, മഗ്‌രിബിന് തൊട്ട് മുമ്പ് അവസാനിച്ചു. അപ്പൊ ഏത് നിസ്കാരത്തിന്റെ സമയത്തിലാണെങ്കിലും ഒരു തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലാനുള്ള, അല്ലാഹു അക്ബർ എന്ന് ചെല്ലാനുള്ള ഒരു സമയം കിട്ടിയാൽ മതി. ആ സമയം ആ വക്തിൽ അത് കഴിഞ്ഞപ്പോൾ വാങ്ങ് കൊടുത്താലും ശരി, അപ്പോൾ അവസാനിച്ചു. അതായത് ഒരു സ്ത്രീ ഹൈദ് അവസാനിച്ച് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്ക്, അല്ലെങ്കിൽ 10 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്ക് വാങ്ങ് വിളിച്ചു. എന്നാൽ അവൾ ആ സമയത്ത്, ആ നിസ്കാര സമയത്ത് ശുദ്ധിയായവളായി പരിഗണിക്കപ്പെടും. മഗ്‌രിബ് വാങ്ങ് കൊടുക്കുന്നതിന്റെ ഒരല്പം മുമ്പ്, ഒരു 10 സെക്കൻഡിന് മുമ്പ് ആണ് ഉറപ്പായത് അവള് ശുദ്ധിയായിട്ടുണ്ട്, രക്തം നിലച്ചിട്ടുണ്ട്, കുളിച്ചിട്ടൊന്നുമില്ല, രക്തം നിന്നിട്ടുണ്ട് എന്ന് ഉറപ്പായാൽ അവൾ അസുർ സമയത്ത് ശുദ്ധിയുള്ളവരായി പരിഗണിക്കപ്പെടും. അപ്പൊ അവൾ അസുർ നിസ്കരിക്കണം. അസുർ നിസ്കരിക്കണമെന്ന് മാത്രമല്ല, അസുർ നിസ്കരിക്കണം. എപ്പോഴാ നിസ്കരിക്കുന്നത്? കഥാ കിട്ടിയാൽ മതി. അസുർ നിർബന്ധമായി അവൾക്ക്. അസുർ മാത്രമല്ല, അസുരനോട് കൂടെ ജമാഅത്ത് നിസ്കരിക്കുന്ന നിസ്കാരമായ ദുഹുറിനെയും കൂട്ടി നിസ്കരിക്കണം. അത് കഥാ കിട്ടണം. അത് മിക്ക സ്ത്രീകളും ചെയ്യാത്തതും അറിയാത്തതുമായ കാര്യമാണ്. അശുദ്ധി അവസാനിച്ചു കഴിഞ്ഞാൽ മെൻസസ് ആകട്ടെ നിഫാസ് ആകട്ടെ നിലച്ചു കഴിഞ്ഞാൽ ഏത് സമയത്താണോ അവസാനിച്ചത് ആ സമയത്ത് ഒരു തക്ബീർ ചെല്ലാനുള്ള സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സമയത്തുള്ള നിസ്കാരം നിർബന്ധമായി. പുറമെ അതിന്റെ കൂടെ ജംആക്കുന്ന നിസ്കാരമാണ് അതിന്റെ മുമ്പുള്ളതെങ്കിൽ അതും നിസ്കരിക്കുന്ന നിർബന്ധമായി. അതേതാണ്? ദുഹറും അസുറും ജമാഅത്ത് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളാണ്. മഗ്‌രിബും ഇശാഉം ജമാഅത്ത് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളാണ്. ദുഹറും അസുറും മഗ്‌രിബും ഇശാഉം, അല്ലാതെ അസുറും മഗ്‌രിബും ജമാഅത്തില്ല. അപ്പൊ ഒരാള് അസുറിന്റെ നേരത്താണ് ശുദ്ധിയാകുന്നെങ്കിൽ, ഒരു സ്ത്രീ ശുദ്ധിയാകുന്നത് അസുറിന്റെ നേരത്തെ ശുദ്ധിയായി. ഇത് എപ്പോഴാണെങ്കിലും ശരി, അസുറിന്റെ നേരത്തെ ഒരു സ്ത്രീക്ക് 5 മണിക്ക് ശുദ്ധി വന്നു. എന്നാൽ അസുർ നിസ്കരിക്കണം, ദുഹർ നിസ്കരിക്കണം. അപ്പൊ ദുഹറിൽ ഞാൻ അശുദ്ധിക്കാരിയായിരുന്നല്ലോ, കുഴപ്പമില്ല, കാരണം ഈ അസുറിന്റെ കൂടെ ജന്മാകേണ്ടതാണ്. അതുകൊണ്ട് അസുർ നിസ്കരിക്കണം, ആ ദുഹർ കഥാ കൂട്ടി ചെയ്യണം.
ആ അസുറിന്റെ നേരത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും മതി. അസുർ വാങ്ങി വിളിച്ചതിന് ശേഷം മകരിന് മുമ്പായിട്ട് എപ്പോഴും ഒരു തെക്കിബീർ ചെല്ലാനുള്ള സമയം കിട്ടിയാലും മതി. അപ്പോഴാണെങ്കിലും ഇവിടെ അസുർ നിസ്കരിക്കണം, ളുഹർ നിസ്കരിക്കണം, അസുറും ളുഹർ നിസ്കരിക്കണം. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇശാന്റെ സമയത്ത് ശുദ്ധിയായി രക്തം അവസാനിച്ചു, കുളിച്ചിട്ടൊന്നുമില്ലെങ്കിൽ ശരി, രക്തം അവസാനിച്ചു. ഒരു സ്ത്രീ 8 മണിക്ക് നോക്കുമ്പോ രക്തം അവസാനിച്ചിട്ടുണ്ട്, ഇശാന്റെ സമയമാണ്. എന്നാലും വേഗം കുളിച്ച് ഇശാ നിസ്കരിക്കണം, മഗ്‌രിബും കൂടെ ഖളാ കിട്ടണം. കാരണം മഗ്‌രിബും ഇശാവും ജമാഅത്ത് നിസ്കാരങ്ങളാണ്, ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റും യാത്രയിലേക്ക്. ഒരു സ്ത്രീ സുബഹിന്റെ മുമ്പ് എണീറ്റ് നോക്കി, സുബഹി വാങ്ങുക 5 മണിക്കാണ്. 4:50 എഴുന്നേറ്റ് നോക്കുമ്പോൾ രക്തം നിന്നിട്ടുണ്ടെന്ന് ഉറപ്പായി. 4:5 4:58 മതി. തെക്കിബീർ ചെല്ലാൻ അല്ലാഹു അക്ബർ എന്ന് ചെല്ലാനുള്ള സമയം ആ സമയത്ത് നിസ്കാര സമയത്ത് കിട്ടിയാൽ മതി. എന്നാൽ അവർക്ക് ഇശാവ് നിർബന്ധമായി, മഗ്‌രിബ് നിർബന്ധമായി. മിക്ക സ്ത്രീകളും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. സ്ത്രീകളെ പതിവ് എന്താണെന്ന് വെച്ചാൽ പൊതുവെ എനിക്കറിയായിട്ട് അങ്ങനെ പൊതുവെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത ചിലർക്ക് അങ്ങനെ ചില മസലൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. ചില സ്ത്രീകളൊക്കെ എന്താന്ന് വെച്ചാൽ രാത്രി കിടക്കുമ്പോ ചിലപ്പോ രക്തം നിന്നിട്ടുണ്ടാവും. ഇനി അവിടെ പിറ്റേന്ന് ഉച്ചക്ക് സാധാ വീട്ടിൽ എന്തെങ്കിലും കൂടി വിളിക്കുമല്ലോ, വീട്ടിലെല്ലാ പണിയും അലക്കി കുളിച്ച് വീട്ടിലെ പണികൾ കഴിഞ്ഞിട്ട് അതൊക്കെ അടിച്ചിട്ട് കുളി ഉണ്ടല്ലോ ഉച്ചക്ക്, ആ കുളിക്കുമ്പോഴാണ് കുളിക്കും. അപ്പൊ അവള് എന്ത് ചെയ്യില്ല, അവൾക്ക് മഗ്‌രിബ് നിസ്കരിക്കണം, ഇശാ നിസ്കരിക്കണം, സുബഹി നിസ്കരിക്കണം, ഇതൊക്കെ തെറ്റാണ്. രാത്രി കിടക്കുന്ന സമയത്ത് ഉറപ്പായി. ഉദാഹരണം രാത്രി കിടക്കുന്ന സമയത്ത് നോക്കുമ്പോ രക്തം നിന്നിട്ടുണ്ട്. അത് ലക്ഷണം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. രക്തം ഇങ്ങനെ ഒറ്റടിക്ക് പൈപ്പ് കൂട്ടിലേക്ക് നിൽക്കലല്ലേ ചെയ്യുക. അതിങ്ങനെ കുറഞ്ഞ് വന്ന് ഉച്ചയായപ്പോ തന്നെ വളരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അസുഖം ചെറിയ അടയാളം കണ്ടിരുന്നു, അല്ലെങ്കിൽ കണ്ടില്ല. നമുക്ക് രക്തം നിന്ന് ഉറപ്പായത് രാത്രി ഇശായ കിടക്കുമ്പോൾ 10 മണിക്കൂർ ഉറപ്പായി. എന്നാൽ അപ്പൊ തന്നെ കുളിക്കുക, ഇശാ നിസ്കരിക്കുക, മഗ്‌രിബ് നിസ്കരിക്കുക. മഗ്‌രിബിന്റെ സമയത്താണെങ്കിലോ, മഗ്‌രിബിന്റെ സമയത്താണ് രക്തം നിന്നതെങ്കിലോ, എന്നാൽ മഗ്‌രിബ് മാത്രം നിസ്കരിച്ചാൽ മതി, അസുർ നിസ്കരിക്കണ്ട. കാരണം അസുറും മഗ്‌രിബും കൂട്ടി നിസ്കരിക്കൂല, ജമാഅത്ത് നിസ്കാരമല്ല. സുബഹിന്റെ നേരത്താണെങ്കിലോ ഒരു സ്ത്രീക്ക് 5:30 മണിക്കാണ് ഉറപ്പായത് രക്തം നിന്നു സുബഹിക്ക്, സുബഹി നിസ്കരിച്ചാൽ മതി, ഇശാ കൂട്ടി നിസ്കരിക്കണ്ട. അത് കൂട്ടി നിസ്കരിക്കുന്ന നിസ്കാരമല്ലല്ലോ. അങ്ങനെയാണ് ഇതിന്റെ നിയമമുള്ളത്. ളുഹറാണെങ്കിലോ, ളുഹറിന്റെ നേരത്താണെങ്കിലോ ളുഹർ നിസ്കരിച്ചാൽ ളുഹറിന്റെ മുമ്പുള്ള സുബഹി ളുഹറിന്റെ കൂടെ കൂട്ടി നിസ്കരിക്കുന്ന നിസ്കാരമല്ല. കൂട്ടി നിസ്കരിക്കുന്നത് ളുഹറും അസുറും, മഗ്‌രിബും ഇശാവും. അപ്പോ അസുറിന്റെ നേരത്തോ ഇശാന്റെ നേരത്താണെങ്കിൽ ആ അസുറിന്റെ കൂടെ ളുഹറും നിർബന്ധമായിട്ടുണ്ട്, ഇശാന്റെ കൂടെ മഗ്‌രിബും നിർബന്ധമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എപ്പോഴാണ് അശുദ്ധി തുടങ്ങിയത് ആ സമയത്ത് നിസ്കാരം മിക്കവാറും സ്ത്രീ നിർബന്ധമായിട്ടുണ്ടാവും. അത് നിസ്കരിക്കൂല ഒരാൾക്ക്. ഒരു വക്തിൽ നിസ്കാരത്തിന്റെ സമയത്തിൽ കടന്നിട്ട് ചുരുങ്ങിയ രൂപത്തിൽ ഫർള് മാത്രം എടുത്ത് നിസ്കരിക്കാനുള്ള സമയം കിട്ടി. ചുരുങ്ങിയ ഫർള് നിസ്കരിക്കണമെങ്കിൽ ളുഹർ നിസ്കരിക്കണമെങ്കിൽ ഫർള് മാത്രം എടുത്ത് നിസ്കരിക്കണമെങ്കിൽ ഫർള് എടുക്കാനായാലും ഫാത്തിഹ മാത്രം ഓതും. സൂറത്തുൽ സുന്നത്തല്ലേ ഉള്ളൂ. തെക്കുബീർ കയറാനില്ല, അല്ലാഹു അക്ബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങിയിട്ട് ഫാത്തിഹ ഓതി ഫർള് മാത്രം നിസ്കരിക്കണമെങ്കിൽ 3 മിനിറ്റ് മതി, ഒരു 5 മിനിറ്റ് താഴെ. അപ്പൊ ളുഹർ ബാങ്ക് വിളിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവർക്ക് മെൻസസ് തുടങ്ങിയത്, അശുദ്ധി തുടങ്ങിയത്. എന്നാൽ നമ്മൾ ളുഹർ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, നമുക്ക് ളുഹർ നിർബന്ധമായി. ഇനി എപ്പോഴാണ് നിസ്കരിക്കുക? അശുദ്ധി ശുദ്ധിയായതിനു ശേഷം ഈ ളുഹർ ഖളാ കിട്ടണം. അത് ഏത് സമയത്താണെങ്കിലും, നിസ്കാരത്തിന്റെ സമയത്ത്, ഏതൊരു വക്ത് നിസ്കാരത്തിന്റെ സമയത്താണെങ്കിലും നമ്മൾക്കിപ്പോ എന്തായാലും നിസ്കാര നേരത്തായിരിക്കുമല്ലോ. ഇപ്പൊ സുബഹി ആണെങ്കിൽ നമ്മൾ സുബഹി നിസ്കരിച്ചിട്ടുണ്ടാവും. സുബഹി നിസ്കരിച്ചിട്ട് 9 മണിക്ക് ഉച്ചക്കോ 10 മണിക്കോ 9 മണിക്കൊക്കെ തുടങ്ങി നമുക്ക് സുബഹി നിസ്കരിച്ചിട്ടുണ്ടാവും. ബാക്കി സമയത്ത് ഉദാഹരണത്തിന് ഈ വിഷയം എപ്പോഴും വരുന്ന അങ്ങനെയാണ്. അസുർ സമയത്ത് അസുർ നിസ്കരിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മള് ളുഹർ നിസ്കരിച്ചിട്ടില്ല. 1 മണിയായപ്പോ കുളിക്കാൻ നേരത്തെ നോക്കുമ്പോഴാണ് രക്തം കണ്ടത്, ളുഹർ നിസ്കരിച്ചിട്ടില്ല. ഇനി നമുക്ക് എന്തായി? ളുഹർ നിർബന്ധമായിട്ടുണ്ട്. അശുദ്ധി നിന്ന് കുളിച്ചു കഴിഞ്ഞാൽ ഈ ളുഹറും ഖളാ കിട്ടണം. ഈ കാര്യങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാകുന്നു. ഇപ്പൊ നമ്മൾ ഇന്ന് ജനാബത്ത് ഹൈലുകാരിക്കും നിഫാസുകാരിക്കും നിഷിദ്ധമായ കാര്യങ്ങൾ വിശദീകരിച്ചു. അതായത് ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ രക്തം നിന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പറ്റും കുളിക്കുന്നതിന്റെ മുമ്പ് എന്നും പറഞ്ഞു. അതുപോലെ നിസ്കരിക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യവും പ്രത്യേകിച്ച് പറഞ്ഞു. ഈ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നല്ല
ഓർമ്മയിൽ വെക്കുകയും ശ്രദ്ധിക്കുകയും നിങ്ങളുമായി ബന്ധപ്പെട്ടവരെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. റഹ്മുറാഹിമീനായ അല്ലാഹു നമുക്കിതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഇസ്തിഹാലത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, വിശദമായി പറയുന്നില്ല. അത് ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം. പ്രകാശം പോയി മറഞ്ഞു മദീന പെയ്തൊഴിഞ്ഞു ഹബീബുള്ള വേർപിരിഞ്ഞു. പ്രകാശം പോയി മറഞ്ഞു മദീന പെയ്തൊഴിഞ്ഞു ഹബീബുള്ള വേർപിരിഞ്ഞു.